അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള ഒരു മുത്തഖയായ ഫഖീറായ ഒരു യുവാവുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് കഅബാലയത്തെ കാണാൻ വലിയ കൊതിയായി. അങ്ങനെ അദ്ദേഹം കഷ്ടപ്പെട്ടും അധ്വാനിച്ചും തൻ്റെ ഫഖറിനിടയിലൂടെ കഷ്ടപ്പെട്ട ഒരു കുട്ടി എത്തില്ല എന്നുള്ള ഒരു പൈസ സമ്പാദിച്ച് അങ്ങനെ അയാൾ മക്കയിലേക്ക് യാത്ര ചെയ്തു. യാത്രക്കിടയിലുള്ള വഴിച്ചെലവ് പോലും അദ്ദേഹത്തിൻ്റെ അടുക്കൽ പൂർത്തിയായിരുന്നില്ല. അദ്ദേഹം ദിവസത്തിൽ വളരെ വളരെ റഈഫായ ഒരു ഭക്ഷണം ഒരു തവണ കഴിച്ചു. പിന്നെ അയാൾക്ക് ഭക്ഷണവുമില്ല. അങ്ങനെ അയാൾ മക്കയിൽ പ്രവേശിച്ചു. അയാൾ മുന്നോട്ട് നീങ്ങി കഅബാലയത്തിലേക്ക്. അപ്പോൾ അയാൾ കനപ്പെട്ട ഒരു സ്വർണ്ണമാല കണ്ടു വഴിയിൽ. അങ്ങനെ അയാൾ ആ സ്വർണ്ണമാല എടുത്തു. ഒരു കനമുള്ള സ്വർണ്ണമാലയാണ്. അത് മതിയാകും അയാൾക്ക് ദാരിദ്ര്യം തീരാനും ഈ വഴിച്ചെലവിനും സുഭിക്ഷമായി മക്കയെന്ന് ഭക്ഷണം കഴിക്കാനും തിരിച്ചു പോയിട്ട് നാട്ടിലൊരു വരുമാനം ഉണ്ടാക്കാനും ഒക്കെ ആ സ്വർണ്ണമാല മതിയായിരുന്നു. പക്ഷേ അയാൾ മുത്തഖയായ മനുഷ്യനായിരുന്നു. വഴിയിൽ എനിക്ക് പകരം ഏതെങ്കിലും മോഷ്ടാവാണത് എടുത്തതെങ്കിലും മക്കയുടെ വാലിയെ ഏൽപ്പിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ അയാൾ വന്ന് കഅബാലയത്തിലെത്തി. കഅബാലയത്തെ കണ്ട് അദ്ദേഹം കഅബാലയത്തെ കാണുന്ന ഉടനെയുള്ള ദുആ ചെയ്തു. അപ്പോൾ ഒരാൾ കഅബാലയത്തിൻ്റെ ഒരു മതാഫിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ മകളുടെ സ്വർണ്ണമാല ഞാൻ വഴിയിൽ നഷ്ടപ്പെടുത്തി. എൻ്റെ മകൾക്ക് ഒരു ഭർത്താവിനെ കിട്ടാനുള്ള സമയമായി. അവൾക്ക് വേണ്ടി ഞാൻ ആകെ എൻ്റെ ജീവിത സമ്പാദ്യമായി ഉണ്ടാക്കിയ മാലയ. അവളും ഞാനും തമ്മിൽ കൂടെ മക്കയിലേക്ക് യാത്ര ചെയ്തു. ആരെങ്കിലും മോഷ്ടിച്ചാലോ എന്ന് വിചാരിച്ച്, എപ്പോഴെങ്കിലും വീണുപോയാലോ എന്ന് വിചാരിച്ച് എൻ്റെ ഭാണ്ഡക്കെട്ടിലായിരുന്നു ഞാൻ ആ മാല നിക്ഷേപിച്ചിരുന്നത്. വഴിയിൽ ഭാണ്ഡക്കെട്ട് തുറന്നപ്പോൾ ഞാൻ അറിയാതെ ആ ഭാണ്ഡക്കെട്ട് നിന്ന് ആ മാല പുറത്തേക്ക് പോയി. എൻ്റെ മകളെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ട്, കണ്ടവർ എനിക്ക് തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ മത്താഫിൻ്റെ ചെരുവിലേക്ക് നീങ്ങി മാലയെ ഒന്ന് കൃത്യപ്പെടുത്തി. അടയാളങ്ങൾ ഒക്കെ അദ്ദേഹം കൃത്യമായി നോക്കി. പിന്നെ അയാൾ മത്താഫിലേക്ക് വീണ്ടും വന്ന് ഈ മനുഷ്യനെ തേടി. ആ മനുഷ്യനെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ലിംനി ബി അമാറാത്തിഹ, മാലയുടെ അടയാളങ്ങൾ പറ. അങ്ങനെ അയാൾ ആ വൃദ്ധൻ മാലയുടെ അടയാളങ്ങൾ മണിമണിയായി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉറപ്പിച്ചു, ഇത് അയാളുടെ മാല തന്നെ, ഇതാ മാല. അതിനിടയിൽ അയാൾ വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ വിളിച്ചു പറയാനുണ്ട്, ഹദായ കസീറ, ഹദായ കസീറ. ആരെങ്കിലും എൻ്റെ മോളുടെ മാല, സ്വർണ്ണമാല എനിക്ക് എടുത്ത് തിരിച്ചു തരുന്നുവോ അവർക്ക് ഞാൻ കനപ്പെട്ട ഹദിയകൾ കൊടുക്കും. മാല തിരിച്ചു കൊടുത്ത ഉടനെ അയാൾ ഹദിയ കൊടുക്കാൻ വേണ്ടി ഒരുമ്പെട്ടു. അയാൾ പറഞ്ഞില്ല, മാഅതൈതുക ഇല്ലാ ലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ ഈ മാല ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. ഒന്നുമില്ല, ഒന്നും വാങ്ങാൻ പാടില്ല. എനിക്ക് തരേണ്ടത് നിങ്ങളല്ല, എൻ്റെ റബ്ബാണ്. ഈ മാല കൊണ്ട് തീരാവുന്ന ദാരിദ്ര്യമേ എനിക്കുള്ളൂ. പക്ഷെ ഞാൻ ദരിദ്രനാണ് താനും. പക്ഷെ എനിക്ക് വേണ്ട. എനിക്ക് ഈ മാല കാണിച്ചു തന്നത് റബ്ബാണ്. എനിക്ക് ഇത് നിങ്ങളെ ഏൽപ്പിക്കാനുള്ള മനസ്സ് തന്നതും റബ്ബാണ്. എനിക്ക് പ്രതിഫലം തരേണ്ടതും റബ്ബാണ്. അദ്ദേഹം മത്താഫിൽ തൻ്റെ അമൽ ചെയ്തു. ഹജ്ജും ഉംറയൊക്കെ കഴിഞ്ഞു. അയാൾ നാട്ടിലേക്ക് തിരിച്ചുപോയി. അയാളൊരു മുക്കുവനായിരുന്നു. ഒരു കടലിൻ്റെ പരിസരത്തുള്ള മത്സ്യത്തൊഴിലാളിയായിരുന്നു ഈ മനുഷ്യൻ. പിന്നെയും അയാൾ മുക്കുവ പണിക്ക് പോയി. വഞ്ചിയിൽ കയറി മീൻ പിടിക്കാൻ വേണ്ടി കടലിൽ പോയി. കടലിൽ കാറ്റും കോളും ഉണ്ടായി. അങ്ങനെ വഞ്ചി മറിഞ്ഞു. അയാൾ ഒരു പലകപ്പുള്ളിയിൽ പിടുത്തം കിട്ടി. അങ്ങനെ അയാൾ ആ പലകപ്പുള്ളിയിൽ കിടന്നു. എപ്പോഴോ എന്നറിയില്ല, ബോധരഹിതനായി. പിന്നെ എവിടെയോന്നറിയില്ല. പിന്നെ ഏതോ ഒരു കരക്കയാൾ അടഞ്ഞിട്ടുണ്ട്. കണ്ണു തുറന്നു നോക്കുമ്പോൾ അപ്പോൾ ഏതോ ഒരു അജ്ഞാത ദ്വീപാണ്. ആ ദ്വീപിലാണ് അയാൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ജീവൻ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ആ ദ്വീപിലെ മനുഷ്യരെ സമീപിച്ചു. അവർ മുസ്ലിങ്ങളാണ്. അയാൾക്കൊന്നും അറിയില്ല. അപ്പോൾ അവർ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഖുർആൻ അറിയുമോ? അതെ, എനിക്ക് ഖുർആൻ അറിയും. എന്നാൽ ഞങ്ങളെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ച് തന്നാൽ നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള
ദ്രവ്യവും ഞങ്ങൾ നൽകും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യവും നൽകും. അങ്ങനെ അയാൾ മണിമണിയായി ഈ മുക്കോ യുവാവ് മുത്തക്കയായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഖുർആൻ അറിയാം. അദ്ദേഹം ആ നാട്ടിലെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു. ആ നാട്ടുകാർക്ക് അത് വലിയ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നാട്ടുകാർ ഒരിക്കൽ അദ്ദേഹത്തോട് വന്ന് ഇങ്ങനെ ചോദിച്ചു. ഇതൊരു സുവിദിതമായ കഥയാ, നടന്ന സംഭവം. ഇവിടെ ഒരു അനാഥയായ ഒരു പാവപ്പെട്ട ഒരു പെണ്ണുണ്ട്. അതിൻ്റെ ഉപ്പ മരിച്ചുപോയി. അതൊരു സ്വാലിഹത്തായ പെണ്ണാണ്, നിങ്ങൾക്ക് ചേരും. നിങ്ങളെപ്പോലെ ഖുർആനെ നല്ല ഇഷ്ടപ്പെടുന്നവരും ഒരു പെണ്ണാണ്. നിങ്ങൾ ആ പെണ്ണിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ തൊഴിൽ ചെയ്ത് നിങ്ങൾ സന്തോഷമാണ്. നിങ്ങൾക്ക് തരാനുള്ള ദ്രവ്യം ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ നാട്ടിലെത്തിക്കാനും ഞങ്ങൾക്ക് കഴിയും. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു തൊഴിൽ ഖുർആന്റെ തൊഴിലാണ്, നിങ്ങളത് അറിയുകയും ചെയ്യും. ഞങ്ങൾക്ക് സാലിഹായ നിങ്ങളെപ്പോലത്തെ ഒരു ഗുരുവിനെ ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കുക ഞങ്ങളുടെയും ഭാഗ്യമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ പെണ്ണിനെ ഞങ്ങൾ നിങ്ങൾക്ക് കെട്ടിച്ചേരാം. ഒറ്റൊന്ന് വെച്ചു. ആയിക്കോട്ടെ. അയാളാകട്ടെ വിവാഹം പ്രായമെത്തിയ യുവാവ. അങ്ങനെ സമ്മതിച്ചു. ആ നാട്ടുകാർ കൂടി ഈ പെൺകുട്ടിയെ ഇയാൾക്ക് കല്യാണം വെച്ചു കൊടുത്തു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ആദ്യ രാത്രി പെണ്ണിന് ഭർത്താവിനും കൂടി താമസിക്കാനുള്ള വിരുന്നൊരുക്കി. വിരുന്ന് കഴിഞ്ഞു. രണ്ടാളെയും മണിയറയിലാക്കി. മണിയറയിൽ ചെന്ന് നോക്കുമ്പോൾ ആ പെണ്ണിനെ ഒന്നുമില്ല. കഴുത്തിൽ അതിമനോഹരമായ സ്വർണ്ണമാലയുണ്ട്. ആ സ്വർണ്ണമാല അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി. അയാൾ ഓടിച്ചെന്ന് അവളോട് ചോദിച്ചു, പെണ്ണെ ഇത് എവിടുന്ന് കിട്ടി? അപ്പോൾ അവൾ പറഞ്ഞു, അതെൻ്റെ മാലയാണ്. എവിടുന്ന് കിട്ടാൻ? എൻ്റെ ഉപ്പ അങ്ങനെ. അപ്പോൾ അയാൾ പിന്നെ പറ ഈ മാലയ്ക്ക് എന്തോ ഉണ്ട്, നിനക്ക് എവിടുന്ന് കിട്ടി? ഈ മാല അടയാളം എനിക്ക് കൃത്യമായി അറിയും. ഈ മാല ഞാൻ മത്താഫിൽ നിന്ന് കണ്ടിട്ടുണ്ട്. മത്താഫിൽ ഞാൻ കൃത്യപ്പെടുത്തിയ മാലയാണ്. ഈ മാല എവിടുന്ന് കിട്ടി? അപ്പോൾ അവൾ പറഞ്ഞു, ഇതെൻ്റെ ഉപ്പ എനിക്ക് തന്ന മാലയാണ്. പക്ഷേ ഞാനും ഉപ്പയും ഈ കഴിഞ്ഞ ഹജ്ജിന് പോയിട്ടുണ്ട്. ഹജ്ജിന് പോയപ്പോൾ ഈ മാല വഴിയിൽ നഷ്ടപ്പെട്ടു പോയി. പിന്നെ സ്വാലിഹായ യുവാവ് ഉപ്പാക്ക് ഇത് തിരിച്ചു കൊടുത്തു. ഹദിയ കൊടുത്തു പോലും അയാൾ വാങ്ങിയില്ല. പിന്നെ അയാൾ ഹജ്ജിൻ്റെ തിരക്കിനിടയിൽ മറഞ്ഞുപോയി. പിന്നെ ഉപ്പ എന്നും ദുആ ചെയ്യുമായിരുന്നു, ആ യുവാവിനെ എൻ്റെ മകൾക്ക് ഭർത്താവായി കിട്ടിയെങ്കിൽ. അങ്ങനെ സ്വാലിഹായ മനുഷ്യനെ, ഒരു ഹദിയ കൊടുത്തിട്ട് പോലും തിരിച്ചു വാങ്ങാത്ത ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ആ മാല നിന്റേതാണ്. ആ മാലയിട്ട ശരീരവും നിന്റേതാണ്. നിനക്ക് വേണ്ടി നേരത്തെ ദുആ ചെയ്ത് മരിച്ചുപോയ ആ മോശാക്കയും നിന്റേതാണ്. ആ വീട് നിന്റേതാണ്. ഇന്നല്ലാഹ ബാലിഗു അംരി, ഇന്നല്ലാഹ ബാലിഗു അംരി. അവനാണ് എന്താ പാഠം, എന്താ ചിന്തിക്കണ്ട. ഒരാൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ അവൻ ആരും മതി. ഇന്നല്ലാഹു ബാലിഗു അംരി, അള്ളാഹു തീരുമാനിച്ച കാര്യം അള്ളാഹു നടത്തുക തന്നെ ചെയ്യും. ഒരു വേള അയാളെ മനസ്സ് ചാഞ്ചാടിയിട്ടുണ്ടാവും. എന്ത്, ഇത് മതിയല്ലോ ജീവിക്കാൻ. പക്ഷെ അതുപോലെ അയാൾക്ക് ജീവിക്കാൻ അയാൾക്ക് ഭാര്യ വേണം, അയാൾക്ക് വീട് വേണം, അയാൾക്ക് കുടുംബം വേണം, അയാൾക്ക് തൊഴിൽ വേണം. അതൊക്കെ കൊടുത്തിട്ടേ പിന്നെ ഈ മാല അല്ലാഹു